ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഹംപിയിലേക്കാണ്. ഹംപി കർണാടക സ്റ്റേറ്റിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിന് തൊട്ടടുത്തുള്ള ഹോസ്പേട്ടിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 350 കിലോമീറ്റർ ഉണ്ടാവും ഹംപിയിലേക്ക്. ഹോസ്പേട്ടിൽ നിന്നാണെങ്കിൽ ഒരു 12 കിലോമീറ്ററും. ബാംഗ്ലൂരിൽ നിന്ന് ഹോസ്പേട്ടിലേക്ക് ട്രെയിൻ ഉണ്ട്. കൂടാതെ കർണാടക സ്റ്റേറ്റ് ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ എത്തി. ഇവിടെ ചെറിയ മഴയുണ്ട്. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മുടെ ഹംപി യാത്ര തുടരുകയാണ്. ബാംഗ്ലൂർ നിയമസഭാ മന്ദിരമായ വിധാനസൗധത്തിന് മുമ്പിലാണിപ്പോൾ. ഞങ്ങളിപ്പോൾ ഹൈവേയിലാണ്. റോഡിൻ്റെ രണ്ട് വശത്തായിട്ട് നമുക്ക് വിൻമിൽസ് ഒക്കെ കാണാം. കുറേ മലകളും കുന്നുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ എത്താറായി. ഹോസ്പിറ്റലിലേക്ക് ഇനി 5 കിലോമീറ്ററേ ദൂരമുള്ളൂ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ എത്തി. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ നേരെ ഹംപിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ഹംപിയിലേക്കുള്ള എൻട്രൻസ് ആണ്. വലിയ ഗോപുരമൊക്കെ ഉണ്ട് ഇവിടെ. ഇതിലൂടെ വേണം നേരെ നമ്മൾ 4 കിലോമീറ്റർ പോയാലാണ് ഹംപി ടൗണിലേക്ക് എത്തുക. ഞങ്ങൾ ആദ്യം ഹോം സ്റ്റേയിലേക്കാണ് പോകുന്നത്. ഈ റോഡിന്റെ 2 വശങ്ങളിലും കൃഷി സ്ഥലങ്ങളാണ്. കരിമ്പും ചോളമൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഹംപിയിൽ എത്തിയിരിക്കുകയാണ്. ഹംപിയിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല അത്യാവശ്യം ചൂടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അത് ഞങ്ങളിപ്പോൾ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ്. അമ്മു റെഡിയാണ്. പോകാലോ അമ്മു? ഓക്കെ, ഞങ്ങളിപ്പോൾ പോയ ശേഷം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കാണാം. യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ പെടുന്ന ഒരു സ്ഥലമാണ് ഹംപി. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഇവിടം. 13-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ട 1600 സ്മാരകങ്ങൾ ഇവിടെയുണ്ട്. ഇത് ശശിവേഗാലു ഗണേശ വിഗ്രഹമാണ്. നമ്മൾ കാഴ്ചകൾ കണ്ടു തുടങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഗണേശ വിഗ്രഹമാണ്. ഇത് 4 കൈകളുള്ള 2.5 മീറ്റർ ഉയരമുള്ള ഒരു ഗണേശ വിഗ്രഹമാണ്. മുൻപിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഗണേശ വിഗ്രഹമാണ് കാണുന്നതെങ്കിലും നമ്മൾ പുറകിലേക്ക് വന്നു കഴിയുമ്പോൾ പാർവതീദേവിയുടെ മടിയിലിരിക്കുന്ന ഗണേശനെയാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഹേമകുട ഹിൽസിലാണ്. ഇവിടെ ഗ്രാനൈറ്റിന്റെ കല്ലുകളാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാണുന്ന പല കരിങ്കല്ലുകളിലും ദേവീദേവന്മാരുടെ ശില്പങ്ങൾ കൊത്തിയായിട്ട് കാണാം. ഇതെല്ലാം ഓരോ ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളിലൊന്നും വിഗ്രഹങ്ങളില്ല. ഇവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മ്യൂസിയത്തിലാണ്.
ഇത് ചണ്ഡികേശ്വർ ക്ഷേത്രത്തിൻ്റെ കൊടിമരമാണ്. ഇത് ഒറ്റക്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു കുളമുണ്ട്. വേനലായത് കാരണം ഇവിടെ വെള്ളം കുറവാണ്. ഈ കാണുന്നത് ആഞ്ജനേയ ക്ഷേത്രമാണ്. ഈ കാണുന്നതെല്ലാം ഹേമകുട ഹിൽസിലെ ക്ഷേത്രങ്ങളാണ്. ഏകദേശം 30ഓളം ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. വിരൂപാക്ഷ ക്ഷേത്ര ഗോപുരത്തിന്റെ ദൂരെ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഗോപുരത്തിന് 165 അടി ഉയരവും 150 അടി വീതിയുമുണ്ട്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നാമതായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. വിരൂപാക്ഷ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ തുടർച്ചയായി ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് നമുക്ക് 2 രഥങ്ങൾ കാണാൻ പറ്റും. ഇവിടെ രഥോത്സവം നടക്കുന്നത് ഡിസംബർ മാസത്തിലാണ്. ഇതാണ് ഗിരിജ കല്യാണ മണ്ഡപം. ഇവിടെ വെച്ചാണ് ശിവന്റെയും പാർവതിയുടെയും വിവാഹം നടന്നെന്നുള്ള സങ്കല്പം. ഈ കാണുന്നതാണ് ഇഷ്ടാർത്ഥി സിദ്ധലിംഗ. ഈ ശിവലിംഗത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം 1 വർഷത്തിനുള്ളിൽ സാധിക്കുമെന്നാണ് വിശ്വാസം. ഈ കാണുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ഒരു പഴയ മാർക്കറ്റിന്റെ അവശിഷ്ടങ്ങളാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. വിരൂപാക്ഷ ക്ഷേത്രത്തിന് ഏകദേശം 1 കിലോമീറ്റർ തെക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം ബാലകൃഷ്ണ ഭഗവാനാണ്. കരിങ്കലിൽ കൊത്തിയെടുത്ത ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു ബോക്സാണ്. ഇവിടെ എത്തുന്ന ഭക്തരും സന്ദർശകരെല്ലാം അതിലാണ് സംഭാവന നൽകിയിരുന്നത്.
ഇവിടെയുള്ള പല ക്ഷേത്രങ്ങളിലും ഈ മത്സ്യത്തിൻ്റെ രൂപം കൊത്തിവെച്ചായിട്ട് നമുക്ക് കാണാം. കുളങ്ങളിലേക്കുള്ള ഡയറക്ഷനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്ഷേത്രഗോപുരത്തിന് വലതുവശത്തായി മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ കൊത്തിവെച്ച് വലിയൊരു തൂണ് നമുക്കവിടെ കാണാം. കിഴക്ക് ഭാഗത്തുള്ള പ്രധാന ഗോപുരത്തിൽ ഒരുപാട് കൊത്തുപണികൾ നമുക്ക് കാണാം. ഗോപുരത്തിന്റെ മുകൾ ഭാഗത്തെ ഒരു ഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളെങ്കിലും ഇവിടെ യോദ്ധാക്കളുടെ രൂപങ്ങൾ, ആനകളുടെ, കുതിരകളുടെയൊക്കെ രൂപങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് കൃഷ്ണ ബസാർ. കൃഷ്ണ ബസാർ സാംസ്കാരിക മതപരമായ ആചാരങ്ങളുടെ കേന്ദ്രം മാത്രമല്ല, ഒരു പ്രധാന മാർക്കറ്റും കൂടി ആയിരുന്നു. ഇതാണ് പുഷ്കരണി. കൃഷ്ണ ബസാറിന് തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ജലസംഭരണിയാണിത്. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സമീപം സാധാരണയായിട്ട് കാണുന്ന ഒരു പുണ്യ ജലസംഭരണിയാണ് ഈ പുഷ്കരണി. കൃഷ്ണ ബസാറിൽ നിന്ന് നമ്മൾ സൂര്യാസ്തമന സമയത്ത് കാണുന്ന കാഴ്ചയാണിത്. ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിലേക്കാണ്. ഹംപിയിലെ ഏറ്റവും വലിയ പ്രതിമയാണ്. 7 തലയുള്ള ഒരു വലിയൊരു പാമ്പിന്റെ ചുരുളിലാണ് നരസിംഹമൂർത്തി ഇരിക്കുന്നത്. ഇത് ബഡാബിലിംഗ ക്ഷേത്രമാണ്. ഹംപിയിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയാണ്. ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിലിനകത്ത് ജലച്ചാലുള്ള കാരണം എപ്പോഴും ഇതിനകത്ത് വെള്ളം നിറഞ്ഞിരിക്കും. ഈ ലിംഗം മുകൾ വശത്ത് ഒരു ദ്വാരമുള്ള അറക്കുള്ളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ മാതംഗ ഹിൽസിലെ സൺസെറ്റ് കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ കാഴ്ചകളുമായി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് ബൈ ഫ്രം ഷൈൻ.